പ്രകൃതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സകലതിനെയും ഡിസോർഡർ ആക്കാനാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനെയും ഓർഡർ ആക്കാനാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു അക്വേറിയം, അതിൽ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നില്ല, എന്തായിരിക്കും സംഭവിക്കുക? വെള്ളം കേടാകും, മത്സ്യങ്ങൾക്ക് വസിക്കാൻ സാധിക്കില്ല. വെള്ളത്തിന്റെ സ്വാഭാവികമായ ടെൻഡൻസിയാണ് കേടാകുക എന്നുള്ളത്. അതിന് അനുവദിക്കാത്തത് ഫിൽറ്ററാണ്. ശരീരം വൃത്തിയായി സൂക്ഷിക്കാനാണ് നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നത്. കുളിച്ചു കഴിഞ്ഞാലും നമ്മൾ വൃത്തികേടാകും. വൃത്തികേടാകാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. ശരീരം പുറന്തള്ളുന്ന മാലിന്യങ്ങളുണ്ട്, ശരീരം പുറമേ നിന്ന് സ്വീകരിക്കുന്ന മാലിന്യങ്ങളുണ്ട്. ഇത് നമ്മൾ എപ്പോഴും വൃത്തികേടാക്കിക്കൊണ്ടേയിരിക്കും. അതിനുള്ളൊരു പ്രതിവിധിയാണ് നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടാണ് കുളി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവർത്തിക്കുന്ന എല്ലാ വസ്തുക്കളും മാലിന്യം ഉണ്ടാക്കുന്നുണ്ട്. മനസ്സും പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മനസ്സും മാലിന്യം ഉണ്ടാക്കുന്നുണ്ട്. മാലിന്യങ്ങൾ നിറഞ്ഞ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും മലീനസപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ മനസ്സിനെ വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പേരാണ് മൈൻഡ് ഡീക്ലട്ടറിങ്. നന്നായിട്ട് വിഷ്വലൈസേഷൻ ഉപയോഗിക്കണം. ഇത് ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. കണ്ണുകളടച്ച് യൂണിവേഴ്സിൽ നിന്ന് സ്വീകരിച്ച പോസിറ്റീവ് എനർജിയെ ഒരു ഗോൾഡൻ ലൈറ്റായിട്ട് മനസ്സ് സങ്കല്പിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇതിനെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഒരു കറുത്ത പുകയായിട്ട് മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് നിശ്വാസത്തോടെ പുറത്തേക്ക് വിടുക. ഇതെല്ലാ ദിവസവും ഒരു 10 തവണയെങ്കിലും ചെയ്യും. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.